ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഇന്ത്യയുടെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ദ്രാവിഡ് പടിയിറങ്ങി. പുതിയ കോച്ചിനുള്ള അപേക്ഷ BCCI കൊടുത്തിട്ടുണ്ട്. ആരായിരിക്കും പുതിയ കോച്ചെന്നാണ് ആരാധകർ നോക്കിക്കാണുന്നത്. ഇപ്പോഴത്തെ BCCI വലിയൊരു ഹിന്റാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അടുത്തറിയുന്ന ആളാണ് കോച്ചെന്നാണ് BCCI പറഞ്ഞിരിക്കുന്നത്. റിക്കി പോണ്ടിങ് കോച്ചാകുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോണ്ടിങ് കോച്ചിങ് സ്ഥാനം റിജക്ട് ചെയ്തു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. നിലവിലിപ്പോൾ 3 താരങ്ങളാണ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഗൗതം ഗംഭീർ, CSKയുടെ കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗ്, ഇവരിൽ ഒരാൾ ഇന്ത്യയുടെ കോച്ചാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ കോച്ചായാലും ഇവർക്ക് IPL പിന്നെ കോച്ചിങ് ചെയ്യാൻ സാധിക്കില്ല. ചെന്നൈ ഫ്ലെമിങ്ങിനെ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. സഞ്ജുവിനെ രാജസ്ഥാൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. സഞ്ജു കഴിഞ്ഞ മത്സരത്തിൽ ഫ്ലോപ്പ് ആയിരുന്നു. ഇപ്പോഴത്തെ സഞ്ജു രാജസ്ഥാൻ ടീം വിട്ട് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. സഞ്ജുവിന് രാജസ്ഥാൻ റിലീസ് ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജു മികച്ച രീതിയിലാണ് രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചത്. എന്നാൽ രാജസ്ഥാന്റെ മാനേജ്മെന്റ് മാറിയിരിക്കുകയാണ്. അവർക്കിപ്പോൾ സഞ്ജുവിനോട് താല്പര്യമില്ല. സഞ്ജുവിന്റെ ഡെഡ് ലൈൻ ആയിരുന്നു ഈ IPL. സഞ്ജുവിനെ കപ്പ് നേടിയാൽ രാജസ്ഥാൻ ടീമിൽ തുടരാൻ സാധിച്ചേനെ. എന്നാൽ സഞ്ജു പരാജയപ്പെട്ടു. ഇനി സഞ്ജുവിനെ രാജസ്ഥാൻ ടീം വിട്ട് പോകേണ്ടി വരും. രാജസ്ഥാൻ സഞ്ജുവിനെ ഒഴിവാക്കാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പോയാൽ പല വമ്പൻ ടീമുകളും സഞ്ജുവിനെ റാഞ്ചാൻ സാധ്യതയുണ്ട്. അതിൽ മുൻപന്തിയിലുള്ളത് ചെന്നൈയും RCBയുമാണ്. RCBക്ക് ഒരു ക്യാപ്റ്റനെ ആവശ്യമാണ്. സഞ്ജുവിനെ അവർ ഉറപ്പായിട്ടും ക്യാപ്റ്റനാക്കും. അതുപോലെ ധോണിക്ക് ശേഷം CSK ടീമിന് ഒരു കീപ്പറെ ആവശ്യമാണ്. അതുകൊണ്ട് ചെന്നൈ ടീമും സഞ്ജുവിന് വാങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.